മിസ്റ്റർ പിള്ളേ, പാട്ട് നിന്നോ? ഇപ്പൊ നിന്നേ ഉള്ളൂ. അയ്യോ ചതിച്ചോ ഗുരുവായൂരപ്പാ, ആ കുട്ടിയാനെ പോയോ? അയ്യോ ഇനി ഞാൻ എപ്പോഴും ചിക്കൻ 65 ഉണ്ടാക്കും. എന്താന്ന് ആശാൻ ഇത്? എന്നും മുതലാളിക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇത് മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലയോ? ഇത് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തവർ കഴിക്കാനുള്ളതല്ല. അല്ല എനിക്ക് വേണ്ട, എന്നാലും അറിയാലോ എന്ന് വിചാരിച്ചു. ചിക്കൻ 65 കോഴി 65 ദിവസവും. കൊളുന്തുകൾ നുള്ളേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അത് നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഞങ്ങൾ നശിച്ചാലും മുതലാളിയെ സംരക്ഷിക്കണമെന്നാണ് മാനേജർ സാറിന്റെ മനോഭാവം. പക്ഷാഭേദം കാണിക്കാത്തവനാണ് ഞാനെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാമല്ലോ. മുതലാളിയും തൊഴിലാളിയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ ഒരു സ്ഥാപനം നിലനിൽക്കുകയുള്ളൂ. അത് നശിച്ചു പോകരുതെന്നാണ് എന്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹങ്ങളാണ് സാർ ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചത്. ബോണസ് കിട്ടാൻ വേണ്ടി നിരാഹാരം സത്യാഗ്രഹം വരെ നടത്താൻ ഞാൻ തയ്യാറാണ്. കൊളുന്തുകൾ മൂത്ത് മുരടിച്ചാലും ബോണസ് കിട്ടാതെ ഇനി ജോലിക്കിറങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ബോണസ്? ബോണസ് ചോദിക്കുന്നവന്റെ ബോൺസ് മനസ്സിലായില്ലേ? അസ്ഥി. അത് ഞാൻ ഊരുമെന്ന് പറഞ്ഞേക്ക്. ആ ഇനി എന്നാണ് സാർ ഞാൻ വരേണ്ടത്? ഒന്നിലധികം പ്രാവശ്യം ഒരു പെണ്ണും ഈ മുറിയിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. സോ യു നീഡ് നോട്ട് കം അഗൈൻ. ഓക്കെ സാർ. വാട്ട്? വാട്ടുകയൊന്നും വേണ്ട, 10ന്റെ നോട്ടിങ് നീട്ടിയാ മതി. നോ ചേഞ്ച്. ഐ വിൽ ഗെറ്റ് യു നെക്സ്റ്റ് ടൈം. അയ്യോ ഇവിടെ നെക്സ്റ്റ് ടൈം ഒന്നുമില്ല, ഒൺലി ഫസ്റ്റ് ടൈം. ഇങ്ങനെ നീട്ടിയാട്ടെ. സ്റ്റുപ്പിഡ്. തുപ്പിട്ടോ? തുപ്പിട്ട് അയ്യോ അയ്യേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കോവിലിന്റെ ഒരു ചിത്രം എനിക്ക് തരുമോ? സോറി. നിൽക്കൂ. ഇന്നലെ എന്നോട് സോറി എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം ദുഃഖം തോന്നിയെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എന്താ പപ്പ? മര്യാദക്ക് ഇവിടെ ഒഴിഞ്ഞു പോക്കണം. പപ്പനെന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? സ്വബോധത്തോടെയാണോ സംസാരിക്കുന്നത്? എന്ത് സംസാരം? രാവിലെ എന്റെ മുഖത്ത് നോക്കാതെ മാലാഖയുടെ കാര്യമൊക്കെ പറഞ്ഞു, അതുകൊണ്ടാ. രാവിലത്തെ പ്രകൃതത്തിന് മാറ്റമുണ്ട്. ആ ഇരുമ്പിന്റെ ഒരു കഷണം കയ്യിലുണ്ടെങ്കിൽ ഒരു ബാധയും ഉദ്രവിക്കത്തില്ല സാറേ. ദാ ആ ഇത് ഇവിടെ ഇരുന്നോട്ടെ. ആവശ്യം വരുമ്പോ ഇതായാലും തൊടണേ. എത്ര ഭാഷകൾ സാറിന് എഴുതാൻ അറിയാം? എന്തിനാ പപ്പ? എനിക്കൊരു സാധനം സാർ എഴുതി തരണം. എന്താ? 10 രൂപ തരണം. എന്തിനാ? ഭാഷാ പ്രശ്നം എന്നെ വല്ലാതെ അലട്ടുന്നു. മുരുകാ രക്ഷിക്കണേ സ്വാമി. മുരുകാ സുബ്രഹ്മണ്യ സ്വാമി പഴനിയാണ്ടവാ രക്ഷിക്കണേ. ഭഗവാനേ, നോക്കറിയാമോ, വിളിച്ചാ വിളി കേൾക്കുന്നവനാ ഇവിടുത്തെ മുരുകൻ. അതുകൊണ്ടല്ലേ അപ്പച്ചി ദിവസവും ഞാനിവിടെ വരുന്നത്. വിനുമോനെ ഗർഭമായിരുന്നപ്പോ തുടങ്ങിയതാ ഈ ഷഷ്ടിവ്രതവും നോയമ്പും ഒക്കെ. വർഷം 25ആയി. ഇനി മോൾ ഒരു പെങ്കൊച്ചിനെ പ്രസവിച്ചിട്ട് വേണം ഈ വ്രതവും നോയമ്പും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ. ഡിങ്കിടിക്ക, ഞാൻ പ്രസവിക്കുന്ന മുഴുവൻ ആൺകൊച്ചുങ്ങളാണെങ്കിൽ അപ്പച്ചി എന്ത് ചെയ്യും? ഒരു പെങ്കൊച്ചിനെ പ്രസവിക്കുന്നത് വരെ വ്രതം നോക്കും. ആ എന്നാൽ ഇനി 10 വർഷം കൂടി അപ്പച്ചി വ്രതം നോക്കിക്കോളൂ. അതെന്ത് വേണമെന്ന് മോൻ വന്നിട്ട് ഞാൻ തീരുമാനിച്ചോളാം.
എന്റെ ഫ്രണ്ട് തന്നതാ. ആഹാ, നന്നായിരിക്കുന്നു. മുരുകാ, ഒരു ദിവസം ഞാൻ ഈ തിരുനട മുഴുവൻ ദീപം കൊളുത്തും. എന്തിനാ പച്ചി? അതൊക്കെ സിനിമ വന്നിട്ട് പറയും. ഇതുപോലൊരു ക്ഷേത്രം എന്റെ മനസ്സിലുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒരു ദേവിയുണ്ട്, എന്നെന്നും എനിക്ക് പൂജിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ച ദേവി. ആ ദേവി ആരാണെന്ന് അറിയണ്ടേ? ഭാവനയാണ്, എന്റെ ഭാവന, എന്റേത് മാത്രമായ ഭാവന. വിത്ത് ലവ്, ശശി. മോളെ, ആ കല്യാണക്കാര്യം പറഞ്ഞപ്പോഴേക്കും പെണ്ണങ്ങ് പഞ്ചാബിലെത്തിയല്ലോ. വാ വാ, നടക്ക്. അടുത്ത മാസത്തിൽ അവൻ വരും. രണ്ടായാലും വൃശ്ചികത്തിൽ ഇത് നടത്തും. എല്ലാം ഞാൻ ഒരുത്തി കിടന്ന് കഷ്ടപ്പെടണം. ആ, ദൈവം തമ്പുരാൻ എല്ലാം നടത്തി തരും. മുരുകാ. Just to pay $2. ഭാഷയുടെ ഒരു ഗുണമേ. That's good, that's good. ഇന്നെന്താ കോലി പോകുന്നില്ലേ? എന്തേ? 7 വിളിക്കാതെ പോയരെന്ന് അപ്പച്ചി പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാനിതൊന്നും കാര്യാക്കാറില്ല. 365 ദിവസവും കുളിക്കും. അതിന് നീ കോലി പോകാറില്ലല്ലോ. പണ്ട് ദിവസവും പോവുമായിരുന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് SSLCക്ക് 3 പ്രാവശ്യവും തോറ്റു. അത് നീ പഠിക്കാഞ്ഞിട്ടല്ലേ? ഇപ്രാവശ്യം നീ ജയിക്കോടി? ആ, എന്താ നിന്റെ പരിപാടി? BAക്ക് ചേർന്നാ കൊള്ളാവുന്നുണ്ട്. പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. എന്നാ നീ എന്റെ കൂടെ വട്ടകയിൽ പഠിക്കാൻ? അതും പറഞ്ഞു നോക്കി. അച്ഛൻ എന്തോ പ്ലാൻ ചെയ്ത മട്ടുണ്ടല്ലോ. വിനുവേട്ടൻ എന്നാ വരുന്നേ? അടുത്ത മാസം. ആ, അതാണ് നിന്നെ പിടിച്ചിങ്ങനെ കൂട്ടിലിട്ടിരിക്കുന്നതിന്റെ കാര്യം. 1-2 മാസം കൂടി ഇങ്ങനെ ബോറടിച്ച് കഴിഞ്ഞാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡായി, റൊമാൻസ് ആയി, അമ്മയായി, അമ്മുമ്മയായി. ആ, ജോളി ലൈഫ്. നീ ഇരുന്ന് സ്വപ്നം കാണും. ബസ് വരാൻ സമയമായി. ഞാൻ പോണു. ഹലോ, ഇന്നെന്താ ഒറ്റയ്ക്കാണോ കറക്കം? എന്താ എന്റെ പടം വരയ്ക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഹലോ, ഭാവന,
കോവില് കാണാതിരുന്നപ്പോ ഞാൻ കരുതി എന്നോട് പിണക്കമാണെന്ന്. ഭാവന എന്നോട് പിണങ്ങിയാലും ആ ചിത്രം ഒരിക്കലും എന്നോട് പിണങ്ങിയില്ല. ഭാവനയുടെ സാന്നിധ്യത്തിൽ ആ ചിത്രം പൂർത്തിയാക്കണമെന്നൊരാഗ്രഹം. വിരോധമല്ലെങ്കിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ആ സ്ഥലത്ത് നാളെ രാവിലെ വരണം. ഭാവന വരുന്നവരെ ഞാനവിടെ കാത്തിരിക്കും. ആരോ വരുന്നുണ്ട്, പൊയ്ക്കോളൂ. ₹10 കൊടുങ്കൽ. യോ ചേഞ്ച് ഇല്ലേ? ചില്ലറ ഞാൻ തരാം. അപ്പൊ നീ ഓമേലയാ? അയ്യോ, ആ കയ്യിന്റെ ഒരു ഗുണമേ. എടോ, തന്നോട് ഞാൻ ഈ റോസാക്കമ്പ് മുറിച്ചു നടാൻ പറഞ്ഞിട്ട് ദിവസം കുറെ ആയില്ലേ? ഇപ്പൊ തന്നെ മുഴുവനും മുറിച്ചേക്കാം. തന്നെ കണ്ടാൽ തന്നെ അറിയാം മുഴുവൻ മുറിക്കുമെന്ന്. വായി നോക്കാ ചെല്ലടോ. ഓ പിന്നെ ഇരിക്കൂ ഭാവന. ഓക്കെ, താങ്ക് യു. ഭാവന അരികിലെത്തിയപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന പോലെ ചിത്രം പൂർത്തിയാക്കാൻ സാധിച്ചത്. ഭാവനയുടെ വീട് എവിടെയാണ്? അതാ ആ താഴ്വരയിലാണ്. ഈ മലയുടെ മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കുമോ? ഏയ്, വീട്ടിൽ നിന്ന് നോക്കിയ ഈ മല കാണാം. അപ്പൊ മലയുടെ മുകളിൽ നോക്കിയാൽ വീടും കാണണമല്ലോ. കാണാമോ? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അയ്യോ വേണ്ട, എന്താ? ഈ മലയിൽ ആരും പോകാറില്ല. വൈ? ഒരു ഗന്ധർവനുണ്ടത്രേ. ഗന്ധർവനോ? ആ അപ്പൊ എനിക്ക് തീർച്ചയായും പരിചയപ്പെടണം. പുള്ളിക്കാരനൊന്ന് പോസ് ചെയ്യാൻ കിട്ടിയാൽ എന്റെ പേരും ഗിന്നസ് ബുക്കിൽ വരും. ലോകത്തിൽ ആദ്യമായ ഒരു ഗന്ധർവനെ ജീവനോടിരുത്തി മോഡൽ ചെയ്ത ഏക ആർട്ടിസ്റ്റ് ശശികുമാർ.
ശിക്കാരി അതാ തൊടുത്തു കൊഴുത്ത രണ്ട് മുയലുകൾ കാച്ചിക്കേ